ഓൾറെഡി ലേറ്റ് ആയമ്മേ. ചിന്തേ ഒരു കാത് കേൾക്കതാ ഇല്ല. നിക്ക്. എന്താ അമ്മേ? നിനക്ക് എന്താടി ഇതൊക്കെ എടുത്താ? കഴിക്കാൻ എടുക്കാനൊന്നും മറക്കാറില്ലല്ലോ. ഗുഡ് മോർണിംഗ് വാസുകി. ഗുഡ് മോർണിംഗ്. എന്റെ മോളെ നീ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ചക്കര അവിടെ എടുക്കണായിരുന്നു. കേറിപ്പോയെ. എന്ത് തോന്നുവാസേ കാണിക്കുന്നത്? പെൺകുട്ടികളെ തൊടാതെ പിടിക്കാൻ നിന്നൂടെ നിനക്ക്? എവിടെയാ ബസ് ഉണ്ടായ? ഇത് ബസ് ആയെന്ന് ലീവാണ് ചേച്ചി. ഞാൻ അറിയാതെ പോലീസിനെ വിളിക്കും. ഇന്നൊന്നും വെറുതെ വിട്ടാ പറ്റില്ല. എന്താ വാസുകി ഇത്? സമയമായില്ലേ, പിള്ളേര് പോട്ടെ. ഒരു നോട്ടം കണ്ടില്ലേ? എന്റെ ചേച്ചി എന്റെ പിള്ളേരെ ഞാൻ ഒന്ന് കേറി വേഗം പൊക്കോ. പോടോ പോ. നാളായിട്ട് ഞാൻ വാസുകി നിനക്ക് എന്ത് പറ്റി ഈ നിസാര കാര്യങ്ങൾക്കൊക്കെ? നിങ്ങൾക്കൊക്കെ ഇത് നിസാരായിരിക്കും. പത്രം തുറന്ന ഇതേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ആകെ ഷെയിമായി പോയി. പക്ഷെ എന്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ആളൊരു സെലിബ്രിറ്റിയാ. ചന്ദ്രൻ ചേട്ടന്റെ വീട് കണ്ടോ ലമ്പിളി മാമനോദിച്ച പോലെ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും കത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് കത്രിക വയ്ക്കാൻ പോകുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്ത 2 ചിത്രങ്ങൾക്കാണ്. ആദ്യം യുവ സംവിധായകൻ ശ്രീ മാർക്ക് പരമേശ്വരൻ സംവിധാനം ചെയ്ത ഇരുതലമൂരി എ കുമ്പളങ്ങി ലവ് സ്റ്റോറി എന്ന ന്യൂ ജനറേഷൻ ചിത്രവും ജോയ് പീറ്റർ സംവിധാനം ചെയ്ത മുല്ലപ്പ് വിപ്ലവം എന്ന ഓൾഡ് ജനറേഷൻ ചിത്രവുമാണ്. ഗുണ്ട, കൊട്ടേഷൻ, ബായി, കലിപ്പ്, മച്ചു എന്നീ കീഴാള വ്യവഹാര വാക്കുകൾ അധോലോകത്തിന്റെ വായിൽ തിരികെ വെച്ചാൽ തിരശീല വിറയ്ക്കുമെന്ന് തെറ്റിദ്ധരിച്ച ചില സംവിധായകർ കൊച്ചിയിൽ രാപ്പാർക്കുന്നുണ്ട്. ഇതാണ് കത്രിക, അച്ഛനെ ഫേമസ് ആക്കിയ പ്രോഗ്രാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ രാത്രി ന്യൂസ് ചാനലില് ചർച്ചയിലൊക്കെ ഗസ്റ്റായിട്ട് ലൂയിസ് പുത്തൻ. ബ്ലോക്ക് ബസ്റ്റർ സംവിധായകന്റെ മുൻകാല സിനിമകൾ എന്ന പോലെ ഈ സിനിമയിലെ നായികയും നായകനോടൊപ്പം ആടിപ്പാടാനുള്ള യന്ത്രപാവ മാത്രമാണ്. യുക്തിഭദ്രമല്ലാത്ത കഥയിൽ താരരാജാവിന്റെ അമാനുഷികതയ്ക്ക് മുന്നിൽ വായ പൊളിച്ച് മയങ്ങി നിൽക്കാൻ മാത്രമാണ് പാവം നായികയുടെ വിധി. മുല്ലപ്പൂ വിപ്ലവം എന്ന ചിത്രം ഒരു വിപ്ലവം ഉണ്ടാക്കാതെ വെറും പുരുഷഗർജനം മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആളൊരു ആർട്ടിസ്റ്റും കൂടിയാ. അമ്മയാ അച്ഛന്റെ മെയിൻ മോഡൽ. പിന്നെ അച്ഛനൊരു വക്കീലും കൂടെ ആട്ടോ. ഡിവോഴ്സ് കേസുകളാ അച്ഛൻ അധികം എടുക്കുന്നത്. അതുകൊണ്ട് അമ്മ ഡിവോഴ്സ് വക്കീലിനാ അച്ഛനെ കളിയാക്കി വിളിക്കുന്നത്. കൊച്ചി പുതിയ കൊച്ചിയല്ല മച്ചാ, കൊച്ചിക്ക് പുതിയ DCP കിട്ടി. അതും ഒരു സ്മാർട്ട് ലേഡി DCP ജീനാബായ് IPS. ഇതൊക്കെ ഇങ്ങനെ വാണി വിശ്വനാഥിനെ ഓർമ്മയില്ലേ? ഒരു 1.5 വരവായിരുന്നു അല്ലേ? എന്താ നമ്മുടെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ അതില് കളക്ടറിനെ അടിച്ചിടുന്ന പ്രകടനമായിരുന്നില്ലേ? അനിയ അഭിലാഷേ, പ്രേമിച്ച കാമുകിയെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത് ഇതാ. ഭാര്യ ആവുമ്പോ കാമുകിയുടെ സൗന്ദര്യം ഉണ്ടാവില്ല. അതിനും 2 തരമാണ്. ഹലോ, കുടുംബം എന്ന് പറയുന്നത് ചിട്ടിക്കമ്പനി പോലെയാ. ഭർത്താവ് ക്യാഷറും ഭാര്യ മാനേജറും. അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയ കമ്പനി പൂട്ടിപ്പോകും. എന്റെ ഭാര്യ ഹാപ്പിയാണെന്ന് അഹങ്കരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നുണയന്മാരാടോ. ലോകത്തൊരു ഭാര്യ ഹാപ്പി അല്ലടോ. തനിക്ക് ഡൈവേഴ്സ് വേണോ എന്നോട് ആലോചിക്കും. ആസു, ഇന്ധനം സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് നല്ലത്. ഇതൊക്കെ ഉള്ളിയാണോ ടിയർ ഗ്യാസാണോ? എന്താ സ്കൂൾ ബസ്സിൽ പോകുന്നില്ല? അത് അവളങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചാൽ മതിയോ? ഞാനാ തീരുമാനിച്ച. നീ ലൂയിസ് കൊണ്ടുവിട്ടാ മതി. ഓക്കെ, അപ്പോൾ മാസം 1000 രൂപ ബസ് ഫീസ്, വർഷം 70,000 രൂപ. സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ ഇനി 7 വർഷം എടുക്കും. അപ്പോൾ 70,000 രൂപ ലാഭം. നീ ആയിടി ഫൈനാൻസ് മിനിസ്റ്റർ. അടുത്ത പ്രാവശ്യം നീ പാലായിൽ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. പിന്നെ ഈ ലാഭത്തിന്റെ കമ്മീഷൻ ചോദിച്ചു വരരുത് കേട്ടോ. നമുക്കൊരു കാർ വാങ്ങണം. അതാകുമ്പോ മോക്ക് സേഫായിട്ട് സ്കൂളിൽ പോവാലോ. എന്ത് സേഫ്റ്റി? ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന മുഴുവൻ കാർ കൊണ്ടാ. നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്കൊന്നും ആലോചിക്കാനില്ല. എനിക്ക് എന്റെ മോളെ സേഫ് ആക്കണം. ഓക്കെ ഓക്കെ, ഒരു കാറ് മതിയോ? ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം.
കിട്ടാനുണ്ടോ? ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി. ആ ശരി. ആരാ വാസുകിയുടെ ശത്രു? ലൂയിച്ചന്റെ അമ്മയാ? ഇത് 2Bയിലെ കനി ആന്റി, ന്യൂസ് റീഡറാ. അമ്മയ്ക്ക് ആന്റി ഇഷ്ടമല്ല. ആന്റി അച്ഛനെ വളയ്ക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. അതാ അമ്മയ്ക്ക് ഈ ദേഷ്യം. മോളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. ചിന്തേ, തിരുമേനി, ഇവിടെ വശീകരണ പുഷ്പാഞ്ജലി നടത്തോ? ഹൈ, ആ ജാതി പുഷ്പാഞ്ജലി അവിടെ കഴിക്കില്ല. മോളെ. ചിന്തേ, എൽപി, ചിന്തേ കണ്ടോ? ചേടാ, ഒരാൾ സ്വപ്നം കണ്ടോന്ന് ചോദിക്കാം, ചിന്ത കണ്ടോന്ന് ചോദിച്ചാൽ ചിന്ത കാണാൻ പറ്റുമോ? ഈ ചിന്തയാണോ? അമ്മേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. കനിയൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടു. ആ മൂദേവിയെ കണ്ടു. 30 രൂപയ്ക്ക് ശത്രു സംഹാര പൂജ. ഇത്രയും ചീപ്പ് റേറ്റ് കൊട്ടേഷൻ എടുക്കാൻ കറുകപ്പള്ളി ഷാജിയെ പോലും കിട്ടുക. ദൈവങ്ങളെ സമ്മതിക്കണം. ഈ തമാശ ശ്രീനിവാസൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ചിരിക്കും. ഞാൻ പറഞ്ഞാൽ മസിൽ പിടുത്തം. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ? ലോൺ എടുത്ത് കാറ് മേടിച്ചതാ അമ്മയുടെ ടെൻഷൻ. ഒറ്റ ദിവസം കൊണ്ട് കാറ് മേടിക്കണമെങ്കിൽ അതൊക്കെ പറ്റൂ. ലോൺ എടുത്ത് കൗബീനം വരെ വായിക്കുന്നവരാ മലയാളികൾ. എന്നിട്ട് അതിന്റെ അടവടയ്ക്കാതിരിക്കാനുള്ള ഒരു അടവുണ്ട്. ആ അടവറിയാവുന്നവൻ ഈ അടവൊരു അടവാണോ മോളെ? ഇതെല്ലാം അച്ഛന്റെ വേറൊരു അടവല്ലേ? ഫഹദിനാണോ ദുൽഖറിനാണോ പ്രായം കൂടുതൽ? മലയാളികൾക്ക് എന്നും പ്രായം ഒരു വീക്ക്നെസ് തുടങ്ങി. ഞാൻ ഈ വക്കീൽ പണിക്ക് നിർത്താൻ പോടാ. നമുക്ക് പോയ കൊട്ടേഷൻ പണി പറ്റുള്ളൂ. കാശ് ഒതുക്കുമ്പോൾ അയാൾ ഒരുമാതിരി മിമിക്രി കാണിക്കും. എടാ മച്ചു, എന്തെങ്കിലും കൊട്ടേഷൻ പണി ഉണ്ടെങ്കിൽ പറയണേ. നമ്മുടെ ടൂൾസിനെങ്കിലും ഒരു പണിയാവില്ല. വരണുണ്ട് കാർ ഷെഡിലിട്ട് 2 വീലറും കൊണ്ട് കൊച്ചിയിൽ ഇങ്ങനെ ഒരു ചില ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിളിക്കാം. സാർ ഗുഡ് മോർണിംഗ്. സാർ ഇന്നലെ ന്യൂസ് അവറിൽ കലക്കിട്ടാ ചുംബന സമരമൊക്കെ നാടിന് ആവശ്യമാണ് സാറേ. ടിവിയിൽ ഞാനങ്ങനെ പലതും കാച്ചും. അത് കേട്ട് നീയൊക്കെ ചുംബിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ അടിച്ചതിന്റെ പുഴുപ്പല് ഞാൻ തെറിപ്പിക്കും കേട്ടോ. അഡ്വക്കേറ്റ് ബാബുരാജ് വെച്ചോ. രാവിലെ ആരാ വന്നു? കാവ്യമാധവനും അമ്മയും വന്നിട്ടുണ്ട്. കാവ്യമാധവൻ? ആ കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല അല്ലേ? ഒളിച്ചോടി പോയി കെട്ടിയതുകൊണ്ട് അവള് പറയില്ല സാറേ. ഞാൻ പറയാം, അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കെൻഡെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 4 ആളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കെട്ടാൻ അവന്റെ കാശില്ല. എന്തിന്? മാസം തോറും ആ ജയലക്ഷ്മിയിലോ ഷീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി. അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മറ്റു പ്ലേസിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോന്ന് വക്കീലത് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ് അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ. അത് കുടിക്കാമോ? ഷുഗർ അല്ലേ?
കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. പോത്തമ്മക്കില് പോയിന്റ് പറ. പറയാം. പോയിന്റ് നമ്പർ 1, മദർ ഇൻ ലോ പറയുന്നു സണ്ണിൻ ലോ ഒരു കഞ്ഞിയാണ്. എക്സാക്ട്ലി. മാധവന്റെ ഭാഗം പറയാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മാധവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. എന്നോടൊന്നും തോന്നരുത്. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലു മാളിലും ഷീമാട്ടിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മയ്ക്ക് സീരിയൽ കാണാനും ഭാര്യയ്ക്ക് സ്റ്റാർ TV കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ണം വരുമ്പോൾ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷൻ മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. നോ താങ്ക്സ്, ഞാൻ ജ്യൂസേ കുടിക്കും. കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ. മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്ക് കേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോറി സർ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. മോളെ കാവ്യ, അമ്മ ഇനി ഈ കാര്യം പറഞ്ഞതിനെ നിർബന്ധിക്കരുത്. മോളെ അമ്മ പറയട്ടെ. മാധവേട്ടനെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. ഇതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് അമ്മായി അമ്മ. എടോ വക്കീലേ, താനിതിനെ അനുഭവിക്കും. കൊടുങ്ങല്ലൂർ അമ്മയാണ്. താനും തന്റെ ഭാര്യയെ തല്ലി പിരിഞ്ഞ് ഡൈവേഴ്സായി മുടിഞ്ഞു പോകും. നോക്കിക്കോ. അടുത്ത വിശേഷം പോടാ ഞെരുപ്പിരുവല്ലോ. വന്നു കയറിയ ധനലക്ഷ്മി ബാങ്കിനാ സാർ കലിപ്പാക്കി വിട്ടത്. ഇതൊരു മതി കച്ചറ ചീത്തായി പോയി. ഡൈവോഴ്സ് പോയെന്ന് മാത്രമല്ല, ആ തള്ളയുടെ വക കൊട്ടേഷൻ മേടിക്കുകയും ചെയ്ത്. ഹാപ്പി ആയല്ലോ. തൊലിയാണ്. ആ സ്ത്രീയുടെ 3 ഡൈവോഴ്സ് നടത്തിയത് ഞാനാ. അതൊന്നും പോരാതെ കൊതി തീരാഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിയിരിക്കുക മകളുടെ താലി പൊട്ടിക്കാൻ. ചിലർക്ക് അങ്ങനെയാ, താലി അലർജിയാ. ചില വക്കീലന്മാർക്ക് കേസും. അടുത്താരാ? IT വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു IT കാരൻ വന്നിട്ടുണ്ട്. റോമാഞ്ച് റോമ ഇഞ്ച്. വിളിക്ക്. റോമാഞ്ച്. മിസ്റ്റർ റോമാഞ്ച്, ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്താണ്. സാർ ആദ്യം കൗൺസിലിനൊക്കെ നോക്കും, പതറരുത്. മിസ്റ്റർ റോമാഞ്ച്, നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചിക്കണം. ബാക്കി ഞാനുണ്ട് കൂടെ. വാ, കമോൺ. ഭാര്യയുടെ നമ്പർ ഉണ്ടോ? അച്ഛനെങ്കിൽ അച്ഛൻ താഴെയുണ്ട്. കൂടെ ആ കനിയാൻറ്റി ഉണ്ട്. LP അറിഞ്ഞോ? തൃപ്പൂണിത്തറയിലെ ഒരു മകൻ അമ്മേനെ കഴുത്തെടുത്ത് കൊന്നൂന്ന്. ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് കണ്ടിട്ട് എന്റെ പൊന്നോ സഹിച്ചില്ലട്ടാ. അവൻ വല്ല ബീഹാറി ആയിരിക്കും. എന്റെ പൊന്നു ക്ഷേമടത്തി, അവൻ ബീഹാറിയല്ല, നല്ല 1-ാം തരം മലഹാറിയാ. സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം തോന്നിയ അച്ഛൻ മകനോട് പറഞ്ഞു, വെട്ടണ നിന്റെ അമ്മയുടെ കഴുത്തുന്നു. കേട്ട പാതി മകൻ കോടാലിയുടെ തുരട്ട കീച്ചാണ്. അമ്മയുടെ തല വേറെ, ഉടല് വേറെ. ആ മകൻ അതേ കോടാലി കൊണ്ട് എറിഞ്ഞുണ്ടാക്കിയ നാടാണ് ഈ ശ്യാമസുന്ദര കേദാര ഭൂമി. ഈ കേദാര ഭൂമിയിൽ ജനിച്ചവരാരും മോശമാവല്ല. അമ്മയല്ല, ആരെ വേണേ തട്ടും. കോടികളുടെ മുകളിൽ ഞാൻ തീകൂരിട്ടത്. അല്ല, പറയായിരുന്നേ, തമിഴന്മാര് പണിമുടക്കിയ മലയാളിയുടെ കഞ്ഞൂടി മാത്രമല്ല, ഇസ്ത്രി ഇടലും മുട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ പച്ച വരാത്തോടെ ഞാൻ ചുളുങ്ങിയ കോട്ടിട്ടുണ്ടാ കോടതി പോയത്. ആ കേസ് മര്യാദക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ പണി പഠിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. പ്രതിസന്ധികൾ മനുഷ്യന് മാറ്റുരച്ച് നോക്കാനുള്ളതാണ്. പോയോ? മലയാളികളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, അപ്പൊ ഈ ചുരിദാർ തേച്ചിരാന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം അമർത്തി തേച്ചോളൂ. ആ കൊളസ്ട്രോളൊക്കെ അങ്ങോട്ട് ഇളകി പോട്ടെ. മിസ്റ്റർ LP, ക്ഷേമെടുത്തി തേക്കാൻ അറിയോ? എന്റെ പൊന്നു ടീച്ചറുടെ കേസ് ഞാൻ പഠിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ താലി ഇറക്കേണ്ടി വരും. നിങ്ങളോട് ആരാ മണിയറ കുമ്പസാര കൂടാക്കാൻ പറഞ്ഞു? ടീച്ചറെ, ആദ്യ രാത്രിയിൽ വധൂവരന്മാർ പഴയ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. ഓൺലി പ്ലേ 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 പ്ലേ. 5 അബോർഷൻ വരെ ചെയ്ത പെണ്ണുങ്ങൾ ആദ്യ രാത്രി പറയുന്നത് എന്താണെന്നറിയോ? പിന്നല്ലേ, പണ്ടെങ്ങാണ്ടൊരു ഫ്രണ്ടിന്റെ കൂടെ കൊടൈക്കനാലിലൊന്ന് കറങ്ങാൻ പോയ ടീച്ചറുടെ ഫ്ലാഷ് ബാക്ക്. ടീച്ചറെ, ചില പാപങ്ങൾ തുറന്നു പറയാനുള്ളതല്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കേട്ടാൽ അവർ തകർന്നു പോകും. നീ എന്തായാലും കഴിക്കാത്തത്? സോറി, ഇവിടെ പറഞ്ഞ ടീച്ചറെ.
പിന്നെ ടീച്ചറെ ഫീസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് പറയല്ലേ? പെട്രോളിനൊക്കെ വില കുറച്ചിട്ട് എന്നാ കൂട്ടിരിക്കുന്ന അറിയാവോ? ആ ശരി. കല്യാണം നടത്താൻ ലക്ഷക്കണക്കിന് ചിലവാക്കും. ഡൈവേഴ്സിന്റെ കാര്യം വരുമ്പോ 10 പൈസ കൊടുക്കൂല. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ അമ്മയ്ക്ക് വല്ല ലൈനും ഉണ്ടോ? എപ്പോഴും എന്തോ തിങ്ക് ചെയ്തോണ്ടിരിക്കുക. ഐൻസ്റ്റീനും ഭയങ്കര ചിന്തിങ് ആയിരുന്നു. പിന്നെ നീയൊക്കെയല്ലേ സൈസ്. വലുതാവുമ്പോ എന്താവുമെന്ന് ഓർത്ത് ഏതമ്മയ്ക്കാണ് ചിന്തയില്ലാത്തൊരു ചിന്ത. അവളുണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിട്ട് അവിടെ തന്നെ കുറ്റം പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കാനും പാടില്ല. ഒന്നുമില്ല. ഞാൻ ഗേറ്റ് അടക്കുമായിരുന്നു. പുറത്ത് മുഴുവൻ പട്ടികളാ, പേപ്പട്ടികൾ. ആ രഞ്ജിനി ഹരിദാസിനെ ഒന്ന് കാണട്ടെ. കഴിഞ്ഞ ആഴ്ച ആ പാവം കരിയുടെ സ്കൂട്ടറിന്റെ സീറ്റ് ഏതോ പട്ടികൾ കടിച്ചു കയറിയത്. വാ. വാ. അച്ഛാ, എന്നെ ഇന്ന് അവഞ്ചേഴ്സ് കാണിക്കോ? അതൊക്കെ തീരുമാനിക്കുന്ന എന്റെ ഭാര്യ. നമ്മളെങ്ങും പോകുന്നില്ല. ഈ അമ്മ ഭയങ്കര ബോറാവുന്നുണ്ടേ. മോളെ, അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. നീ വല്ലപ്പോഴും ഉഴപ്പി തോറ്റു കൊടുക്കുക, എന്നാലേ നീ എന്റെ മോളാവുള്ളൂ. അച്ഛാ, മലയാളത്തിലെ 3 എഴുത്തുകാരുടെ പേര് പറയാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, ബെന്നി പി നായരമ്പലം. പൂത്ത വക്കീലേ. ഈ ആഴ്ച കത്രികയിടയിരയാകുന്നത് 2 ചിത്രങ്ങളാണ്. സച്ചിദേവന്റെ ഹൊറർ ചിത്രമായ യക്ഷിപ്പന, ചക്രപാണിയുടെ ശ്രീനിവാസൻ ഉറങ്ങുകയാണ് എന്ന കോമഡി ത്രില്ലർ. ഭയം അനിർവചനീയമായ ഭാവമാക്കി മാറ്റിയ ലോക സിനിമകൾ നാം കണ്ടിട്ടുണ്ട്. സച്ചിദേവന് മാത്രം അത് മിമിക്രിയാണ്. അവരെ കണ്ടിട്ട് എനിക്കത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. ഇത്തിരി പൗരുഷം കൂടുതൽ. നീ ആരും പറയുന്നത്? പുതിയ DCP ജീനാബായി. നീ ഇപ്പോഴും ഒരാരെയും ഓർത്തോണ്ടിരിക്കുകയാണ്. ആണത്തോണ്ടെന്ന് സമ്മതിച്ചല്ലോ, എനിക്ക് അത് മതി. അതെ, എല്ലാ കാലത്തും മീശ വെച്ച സ്ത്രീ കാണാനൊരു അശ്ലീലമാണ്. പൗരുഷം, സ്ത്രീത്വം ഇതൊക്കെ പരസ്പരം വെച്ചുമാറാനുള്ളതല്ല. എങ്ങാനും മാറിപ്പോയാൽ കാണാൻ ഭയങ്കര ബോറായിരിക്കും. എന്നെപ്പോലൊരു സാധാരണക്കാരൻ്റെ കണ്ണിൽ സ്ത്രീ എന്നും ശാന്ത സ്വരൂപിണിയായിരിക്കണം. എൻ്റെ വാസുവിനെ പോലെ. വിട്, ഈടായിട്ട് പരിഹാസം ഇത്തിരി കൂടുന്നുണ്ട്. പരിഹസിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. ഇതാരാ ഈ പാതിരാത്രിക്ക് ടാങ്കോഴ്സ് വിട്ടിറങ്ങിയിരിക്കുന്നത്? അതെ, എൻ്റെ കെട്ടിയുള്ള ആട്ടക്കാരി തന്നെയാണ്. അവളുടെ ആട്ടം കണ്ട് കണ്ണു തൊലിയിട്ട് അമ്മച്ചിയുടെ മോൻ ലൂയിസ് അവളെ കെട്ടിയത്. കൊടിമരവും വെടിക്കെട്ടും പള്ളിക്ക് വേണം, കഥകളി പള്ളിക്ക് വേണ്ട. അതുകൊണ്ട് ആ പള്ളി എനിക്കും വേണ്ട. നിങ്ങളുടെ ഒരൊറ്റ പൈസ എനിക്ക് വേണ്ട. എൻ്റെ ഭാര്യയും മോളെയും പോറ്റാനുള്ള പണി എനിക്കറിയാം. അമ്മച്ചി ഫോൺ വെച്ചേ. ഇന്ന് ഇവിടെ തന്നെയാണോ കിടപ്പ്? മോള് ഇന്നലെ രാത്രി ഞെട്ടി ഉണർന്നു. ഞാനും ഇന്നലെ രാത്രി ഞെട്ടി ഉണർന്നു. കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ കൂടെ അല്ല, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് കിടക്കേണ്ടത്. 1 മാസമായിട്ട് പട്ടിണിയാ. എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. ഞാൻ നടുവേനയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഗുഡ് നൈറ്റ്. എൻ്റെ നടുവേദനയ്ക്ക് എന്ത് മരുന്ന് കഴിക്കൂ? ഈ ഏകപത്നി വ്രതക്കാരന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. പോയി കിടന്ന് ഉറങ്ങണം. മീനാണത്രേ, മീൻ. പ്രണയിച്ചു കൊതി തീരാത്ത ആ ഹൃദയങ്ങളുടെ വാക്കുകൾ അതായിരുന്നു. നമ്മൾ പ്രേമിക്കും, നമ്മൾ ഒരിക്കലും ഒന്നിക്കുകയില്ല. ഇങ്ങനെ പാടിയ കവിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രണയം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നത് പ്രണയിച്ചവർക്കറിയാം. സത്യമല്ലേ? ഞാനും ഒരാളെ പ്രേമിക്കുന്നുണ്ട് കേട്ടോ. അയാൾ വിവാഹിതനുമാണ്. അതെന്താ, ഭാര്യയുള്ള ആളെ പ്രേമിച്ചൂടെ? അനുരാഗത്തിൻ്റെ കാര്യത്തിൽ
പോലീസിനെ കൊണ്ട് എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. മൈ നമ്പർ സുപ്രിയ, എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റിന് വേണം. നീ ഒന്നും പറയണ്ട. ഐ കാൻ അഡ്ജസ്റ്റ് വിത്ത് ഹിം. ഓക്കെ മാം, കായലിൽ DJ പാർട്ടി നടക്കുന്ന ഹൗസ് ബോട്ട് CA ഫിറോസ് സർ റെയ്ഡ് ചെയ്തു. 4 DJ പെൺകുട്ടികളെയാണ് ഡ്രഗ്സോടെ പിടികൂടിയത്. ഗുഡ്. ഡ്രഗ്സ് പതിവായി യൂസ് ചെയ്യുന്നവരിൽ നഗരത്തിലെ 15 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളുണ്ട്. സിറ്റിയിലെ വലിയൊരു ശതമാനം വീട്ടമ്മമാരും ഉണ്ട്. നാളെ ഒരു റെയ്ഡ് ഏത് വീട്ടിൽ നിന്ന് ഏത് വീട്ടമ്മയിൽ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു അറസ്റ്റ് നാളെ നടക്കണം. ഇതെവിടെ പോയി? ഈ ഇസ്ത്രീയുടെ പച്ചഭസ്മത്തിന് വിട. തൊലിപ്പുറത്തെ നിറം നോക്കി അടിസ്ഥാന വർഗത്തിന് നാടും ജാതിയും തിരിച്ചറിയാമെന്ന നിങ്ങൾ ബൂർഷ്വാസികളുടെ കാലകരണപ്പെട്ട അഹങ്കാരമുണ്ടല്ലോ, അത് അടിച്ചമർത്തും ഞാൻ. അയ്യോ, സഖാവിനെ കണ്ടിട്ടൊരു സഖാവാണെന്ന് തോന്നിയില്ല സഖാവേ, സോറി. ഇടത്തോട്ട് തിരിഞ്ഞിട്ടേ വലത്തോട്ട് അങ്ങോട്ട് പോയാ മതി സഖാവേ. അഭിവാദ്യങ്ങൾ. உனக்கு கேரளா லோட்டரி அடிச்சாச்சடா. நம்ம லோட்டரி முத்துவான்னு சொன்னேன். 10,000 உண்மைதான்டா. போன் கட் பண்ணிட்டு அடுத்த வண்டியில் கிளம்பி வாடா. சரி. പച്ച എവിടെ? പച്ച ஊருக்கு போயிட்டேன் சார். வரவுக்கு 2 ஆளாகும். ആരെങ്കിലും വന്ന് തേച്ചു തരാൻ പറ്റും? முடியாது சார், யூனு இருக்கு. ഓ, ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത ആന്റി നാർക്കോട്ടിക് സ്റ്റുഡൻറ് കേഡറ്റ്സുകളാണ് നിങ്ങൾ. പോലീസ് നിങ്ങളെ ഒരു മിഷൻ ഏൽപ്പിക്കുകയാണ്, ഡ്രഗ് ഫ്രീ കേരള. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഡു ഇറ്റ് വെൽ. ഇനി എനിക്കറിയേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ വീടുകളിൽ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് രഹസ്യമായി പാസ് ചെയ്യണം. ഓക്കെ? വിൽ യു? ഷുവർ മാം. രമണി മാം, ആരായാലും ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. യെസ് മാം. ഹലോ, ഞാൻ മാഡം, ഞാൻ കലാക്ഷേത്ര വാസുകിയാണ്. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഡൊമസ്റ്റിക് വറീസും വയലൻസും ഒക്കെ ആരോടും തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെക്കാനാണ് ഇഷ്ടം. കംപ്ലൈൻറ്റ്സ് ഇനിയെങ്കിലും നാവിനടിയിലിട്ട് അലിയിച്ചു കളയരുത്. പ്രതികരിക്കണം, റിയാക്ട് ചെയ്യണം. എന്നെ ഒരു സഹോദരിയായോ ഒരു ഫ്രണ്ടായോ കണ്ടാൽ മതി. താങ്കൾ പ്രശ്നം പറയൂ. ഇതാരും അറിയാതെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഐ അഗ്രി. ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. കംപ്ലൈൻറ്റ്സ് പറയേണ്ട സമയത്ത് പറയേണ്ട ആളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മാഡം, ഇവിടെ ചിലരെന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ഹൂസ് ദാറ്റ്? മടിക്കാതെ പറയൂ. സ്പീക്ക് അപ്പ്. യു ആർ നോട്ട് അലോൺ വാസുകി. കം ഓൺ വാസുകി, ടെൽ മീ. അവര് 2 പേരുണ്ട്. ഈ സുരയുടെ ഓരോ തമാശകളാ. സുര വെയിറ്റ് ചെയ്യണ്ട, വേഗം ചെല്ല്. സുരയുടെ നെയ്മീൻ ചേച്ചിയുടെ ചട്ടിക്ക് നല്ല പാവാ. ഇവിടെ പൊരിച്ചു തിന്നി. ഒന്ന് പോടും. ഞാൻ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഈ പഠനം കിട്ടണില്ല. ഈ മീൻ പെടക്കണ പെട കണ്ട. ഇത് കണ്ടിട്ട് ചേച്ചിയുടെ വായിൽ വെള്ളം വരണ്ടല്ലേ? ഇതിൽ വലിയ പെടക്കണ മീൻ കാണണമെങ്കിൽ രാത്രി ലൂയിസേട്ടൻ കൊണ്ടുവരണം അല്ലേ? ലൂയിസേട്ടൻ കൊണ്ടുവരുന്ന മീൻ പെടക്കുവോ? പക്ഷെ സുരയുടെ മീനുണ്ടല്ലോ, നല്ല പെടക്കും. ഇതിനെ കണ്ട ആർക്കാ പെടക്കാത്തത്?
മറ്റുള്ളവർക്കൊന്നും കംപ്ലൈന്റ് ഇല്ലേ? സൂര്യൻ്റെ ശിവുവിൻ്റെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വെറും തമാശകളാണ് മാഡം. എനിക്ക് മാത്രം അത്. ഷിബു അവനാരാ? ഷിബുവിന്റെ മുഴുത്ത ആപ്പിൾ വായിലിട്ടാൽ അലിഞ്ഞു പോവും. ചേച്ചി പൂളിയാ ചോര തെറിക്കുന്ന ആപ്പിൾ കണ്ടിട്ട് ചേച്ചി ഇതുപോലെ കടിച്ച് പറിക്കാൻ തോന്നുന്നു ചേച്ചി. വാങ്ങു വാസി ചേച്ചി, ക്ഷേമേടത്തെയൊക്കെ സ്ഥിരം തിന്നണല്ലേ. നല്ല തുടുതുടുത്ത ചോര വന്ന മറിയാൻ ഷക്കീല നമിത ആപ്പിൾ. ഷിബുവിന്റെ ആപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോ ചേച്ചി. ഭക്ഷണത്തിനും വീട്ടമ്മമാരോടായ അതൊക്കെ അവർ സഹിച്ചേക്കുമെന്ന് അവർക്കറിയാം. എന്നും അമ്മമാർ അങ്ങനെ തന്നെയാ. ആര് ചോദിക്കാൻ? വീട്ടിൽ പുരുഷന്മാരോട് പറഞ്ഞാൽ തിരുളി യുദ്ധം നടക്കും. ഒടുക്ക അതിൻ്റെ പഴിയും ഞങ്ങൾ തന്നെ കേൾക്കണം. അനുഭവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കും അതൊരു വലിയ കാര്യമല്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും റിയാക്ട് ചെയ്തില്ലേ? ഈ സിറ്റിയിൽ ഞങ്ങൾ ഒട്ടും സേഫ് അല്ല മാഡം. ഇവിടെ ഞങ്ങൾ വീട്ടമ്മമാർ കണ്ണും കാതും തുറന്നു പിടിച്ച് ജീവിക്കണം. എന്നാലേ ഇവന്മാരുടെയൊക്കെ വഷളത്തിനെ തിരിച്ചറിയാൻ പറ്റൂ. ഗ്യാസിൻ്റെയും പച്ചക്കറിയുടെയും വില മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് മാഡം. ഞങ്ങൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല. I will take care of it. Don't worry, Vasuki. കൃത്യമായി പറഞ്ഞ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായ വീട്ടമ്മ ഞാനായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. മയക്കത്തിൽ ഞാൻ സിറിയുടെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആഷിക്ക് ഒന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത കത്തറിയിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്തൊരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂർ നഴ്സായി ജോലി ചെയ്യുന്ന ടെസാ കെ എബ്രഹാം എന്ന 22-കാരുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിക് കപൂറിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽ ഡൺ കോമ്രേഡ്. അവസരവാദി എൽ പി തിയേറ്ററിൽ എങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിക് മാനസിന്റെ ജൂനിയർ ആയിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കെട്ടെങ്കിലും ഒഴിവായി കിട്ടിയ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷൻ ചിലപ്പോ ഈ പ്രായത്തിലേ തുടങ്ങും. തമാശകളാ, വാ പോയി നോക്കാം. വാങ്ങ എൽ പി, എനിക്കേതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ. ഈ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധം ഇല്ലെന്നേ. നമ്മൾ ഹൈ റേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പൊ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ ഒരു കുന്തമില്ല. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. അതേ ഇപ്പൊ എവിടെയുണ്ട്? ഹരിദ്വാറിലോ അതോ കാശിയിലോ? നിങ്ങളിപ്പോ എന്ത് ലെക്ചർ അടിച്ചാലും ശരി, ഇവിടെ ആരോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ആ ഷീമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആര്യനോ? അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയല്ല. നീ വന്നാൽ എനിക്ക് രാവിലെ അമ്മച്ചെടുത്ത് പോകണം. நான் எது சொன்னாலும் நம்பவே மாட்டேன்றீங்க. ഈ തമിഴ് പ്രവർത്തകരെന്ന് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തടവ ചൊന്ന 100 തടവ ചൊന്ന മാതിരി ഒരു ഇതാ. വാസുകി ചേച്ചിയുടെ സെന്റിന്റെ മണം. അത് സെന്റ് അല്ലടാ, കസ്തൂരിയാ.
മോളെ. അമ്മച്ചിക്ക് മകനെയും പേരുകുട്ടിയും കണ്ടാൽ മതിയല്ലോ. മരുമോൾ ഇപ്പോഴും പഠിക്ക് പുറത്തല്ലേ. ഇന്നലത്തെ മരുമോൾ ഇന്നത്തെ അമ്മായിയമ്മ, ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മ. നിങ്ങൾ തമ്മിലുള്ള വർഗയുദ്ധത്തിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ ലോക ചരിത്രം. യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ബാഗിൽ ഞാൻ ഉണ്ടാക്കിയ കേക്കാ, അമ്മച്ചിക്കുള്ളതാ. കഴിച്ചില്ലെങ്കിൽ കളഞ്ഞേര്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിക്കില്ലേ. ചെന്നിട്ട് വിളിക്കാം. ചേച്ചി ജാക്കറ്റ് சேலந்த கொடுங்க, நான் அயன் பண்ணி தரேன். നോക്കട്ടെ. ചേച്ചി ഞാനും ആര്യൊന്ന് ഗോവയ്ക്ക് പോവാ. ഫിലിം ഫെസ്റ്റിവലാണ്. വൈകിട്ടാ ട്രെയിൻ. ഗോവയിൽ നല്ല ലിക്കർ കിട്ടും. തിരിച്ചു വരുമ്പോ ഒരു കുപ്പി ഫെന്നി ഉണ്ടെന്നാ വക്കീലിന് കൊടുക്കും. നീ പോടാ ചക്ക. നിന്റെ ചേച്ചി കനിക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവന്റെ ഒരു ഫെനി. ഇത് ഡൂബയിലെ കനിമോഹന്റെ അനിയൻ സുധീം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അന്നാണ്, ആ ദിവസമാണ് ഞാനല്ലാതായത്. തോന്നിയ ദിവസം കാണിക്കുന്നോ? ഒരു കിരീടം ക്ഷേമെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടല്ലേ, എനിക്കിത് മതി. ചേച്ചി വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോ പാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. എങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ലേ എൻ്റെ അമ്മ. അവരെൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് അല്ലേ. ഞങ്ങൾക്കൊന്നും അമ്മമാരില്ല ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് ആണ്. சேச்சி மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்னை மன்னிச்சிருங்க. எங்கடி ஓடுற? வாடிங்க வா.